അസ്സലാമു ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്, ബെറി അപ്പ്. അപ്പോൾ അത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ആർക്കും വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ചധികം നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് ചെറിയ സൈസിലൊന്ന് കട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ളൊരു സാധനമാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഗ്ലാസ്, ഹൈറ്റുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ല, അതിൻ്റെ അടി കട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഷീറ്റ് ഇതുപോലെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കാഷ്യൂനട്ട്, നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റോസ്റ്റഡ് നട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പീനട്ട്, കപ്പലണ്ടി ഓൾറെഡി വറുത്തതാണ്, എന്നാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓട്സാണ്. ഒരു 4 വലിയ ടീസ്പൂൺ ഓട്സ്, കുറച്ച് ഓട്സ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ നട്ട്സ് ഞാൻ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഓട്സും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടാനുള്ള എളുപ്പത്തിനും. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇരുന്നോളും. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് ബനാന എടുത്തിട്ടുണ്ട്, കുറച്ച് ആപ്പിളും 2-3 മുന്തിരി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബെറിയാണ്. ഇത് ബ്ലൂബെറിയാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് യോഗട്ടാണ്, ഫ്രൂട്ട് യോഗട്ടാണ് ഞാൻ എടുത്തുള്ളത്. സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ ആയിട്ടുള്ള ഫ്രൂട്ട് മിക്സഡ് യോഗട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ബ്ലൂബെറി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ അടുത്ത് ഏത് ബെറീസ് ഉള്ളത്, സ്ട്രോബെറി ഏത് ബെറീസ് ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അടിയിൽ നട്ട്സും ഓട്സും കൂട്ടിയുള്ള മിക്സ് ഇട്ട് അതിൻ്റെ മുകളിൽ യോഗട്ട് ഇട്ടു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഒരു ആപ്പിളും ഒരു ബനാന, 2-3 മുന്തിരി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. അധികം വേണമെന്നൊന്നുമില്ല, ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രം കഴിച്ചാൽ തന്നെ വയറ് നിറയുന്ന രീതിയിൽ തന്നെ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് യോഗട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സും ഓട്സും കൂടിയുള്ള ആ മിക്സില്ലേ, അത് കുറച്ചൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾക്ക് കഴിക്കാൻ എങ്ങനെയാണ് താല്പര്യം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബെറിയുടെ സിറപ്പില്ലേ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബ്ലൂബെറി എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് സ്ട്രോബെറി നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. റാസ്ബെറി ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതേപോലെ തന്നെ എട്ടടിയിൽ ഓട്സും നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ. ഇതും ബ്ലൂബെറി മിക്സ് ചെയ്തിട്ടുള്ള ഗ്രീക്ക് യോഗട്ടാണ്. അപ്പോൾ അത് അതിൻ്റെ അടിയിലായിട്ട് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, യോഗട്ട് പുളിയില്ലാത്ത തൈരിൽ ഈ ബെറി ഏത് ബെറിയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബെറിയുടെ സിറപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഈ യോഗട്ടിന് പകരമായിട്ട് നമുക്ക് അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുത്താലും മതി. പിന്നെ മുകളിലായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി യോഗട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സ്, ഞാനിതിൽ കുറച്ചധികം നട്ട്സൊക്കെ ഒന്ന് ഓട്സും നട്ട്സും കൂടിയുള്ള മിക്സ് കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ബെറിയുടെ സിറപ്പ് ഒഴിച്ച് നമുക്കെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനധികം. അപ്പോൾ ഫ്രൂട്ട് ബേയിൽ കിട്ടുന്ന അതേ രീതിയിൽ നമുക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അത് ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പേപ്പർ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതിന് പകരം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 വശം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്താൽ മതി. ഇത് പതുക്കെ ഇതുപോലെ പൊക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.